എലോൺ മസ്കിൻ്റെ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസായ സ്റ്റാർലിങ്കിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ന്യൂസിലും മീഡിയയിലൊക്കെ വരുന്നുണ്ട്. സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, ഇൻ്റർനെറ്റിൻ്റെ റേറ്റ് കുറയും, എല്ലായിടത്തും സാറ്റലൈറ്റ് വഴി ഇൻ്റർനെറ്റ് കിട്ടും എന്നൊക്കെയുള്ള രീതിയിലുള്ള ന്യൂസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്താണ് സ്റ്റാർലിങ്ക് എന്നും ഇന്ത്യയിൽ അത് എപ്പോൾ വരുമെന്നും ഈ പറയുന്ന പോലെ റേറ്റും കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള കുറവുണ്ടാവുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റാർലിങ്കിൻ്റെ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, സാറ്റലൈറ്റ് വഴിയുള്ള ഇൻ്റർനെറ്റ് സർവീസാണ്. അതായത് നിലവിൽ നമുക്കറിയാം, നിലവിലെ നമ്മുടെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് നമ്മൾ മൊബൈൽ ഡേറ്റ വഴി എടുക്കുന്നുണ്ട്, പിന്നെ വയേർഡ് ബ്രോഡ്ബാൻഡ് സർവീസ്, പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വയർലെസ് ബ്രോഡ്ബാൻഡ്, അതായത് എയർ ഫൈബർ പോലുള്ള സർവീസ് ഉണ്ട്. അപ്പോൾ അതുപോലെ അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് സാറ്റലൈറ്റ് വഴി ഡയറക്റ്റ് ഇൻ്റർനെറ്റ് തരുന്ന ഒരു സർവീസാണ് സ്റ്റാർലിങ്ക് ഈ പറയുന്ന യൂസ് ചെയ്യുന്ന സാറ്റലൈറ്റ് സർവീസ്. അപ്പം അത് ജസ്റ്റ് സിമ്പിൾ എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള DTH സർവീസ് ഉണ്ടല്ലോ, അതേ രീതി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് സാറ്റലൈറ്റ് വഴി സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഇരിക്കുന്ന ഒരു ഡിഷ് ആൻറ്റിനയിലേക്ക് ഈ സിഗ്നൽ ക്യാപ്ചർ ചെയ്ത് അതുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഒരു റൗട്ടറുണ്ട്. ആ റൗട്ടർ വഴി നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടുന്നു. അതായത് ജസ്റ്റ് ആ ഒരു DTHൻ്റെ വർക്കിംഗ് മാത്രം നോക്കിയാൽ നമുക്ക് വേറെ പുറത്തുനിന്നുള്ള വയറോ കാര്യങ്ങളൊന്നുമില്ല. നേരെ നമ്മൾ വെക്കുന്ന ഡിഷിലേക്കാണ് സിഗ്നൽ ക്യാപ്ചർ ചെയ്യുന്നത്. അവിടെ നിന്നാണ് നമുക്ക് അത് റൗട്ടർ വഴി ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു DTHൻ്റെ ആ വർക്കിംഗ് അതേ രീതി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് എവിടെയും കിട്ടും എന്ന് പറയുന്നത്. ഇനിയിപ്പം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിലേക്ക് പറയുകയാണെങ്കിൽ, അത് ഈ DTHൻ്റെ കാര്യം പറഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ഡിഷ് നമുക്ക് എവിടെയാണോ കണക്ഷൻ എടുക്കേണ്ടത് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സിഗ്നൽ ക്യാപ്ചർ ചെയ്ത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിലവിലെ നമ്മുടെ ബ്രോഡ്ബാൻഡിൻ്റെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ വയേർഡ് കണക്ഷൻ വന്നു. വയേർഡ് കണക്ഷൻ ഇപ്പം വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും എല്ലാ ഏരിയയിലൊന്നും വയേർഡ് കണക്ഷൻ എത്തിയിട്ടില്ല എന്നില്ല, ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും ഉണ്ട്. എന്നാൽ ഉൾപ്രദേശങ്ങളിൽ ഇപ്പോഴും കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. ഇപ്പം നമ്മൾ വയേർഡ് കണക്ഷൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ജിയോ തന്നെ ഒരു എക്സാമ്പിൾ എടുത്താൽ മതി. ജിയോ അവർ വയേർഡ് ബ്രോഡ്ബാൻഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സ്വന്തം നിലയ്ക്ക് അവർ പോളും സെറ്റ് ചെയ്ത് കേബിൾ വലിച്ചാണ് സർവീസ് കൊടുത്തത്. നിലവിലുള്ള ഈ BSNL കേരള വിഷനൊന്നും കൊടുക്കുന്ന പോലെ മൾട്ടിപ്പിൾ LCO അല്ലെങ്കിൽ LCO മൾട്ടിപ്പിൾ കണക്ഷൻ യൂസ് ചെയ്യുന്ന രീതിയിലൊന്നുമല്ല. അവർ സ്വന്തം നിലയ്ക്ക് അവർ തന്നെ സെപ്പറേറ്റ് ലൈൻ വലിച്ചാണ് കൊടുത്തത്. പക്ഷേ അവർ ഈ പറഞ്ഞ പോലെ അവർ എല്ലാ ഏരിയയിലും എത്താൻ പറ്റിയിട്ടില്ല. ടൗൺ ഏരിയയിലും എത്തി, പിന്നെ മെയിൻ റോഡിൻ്റെ സൈഡിലുള്ള ഏരിയയിലൊക്കെ എത്തി. പക്ഷേ റിമോട്ടിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് ആ രീതിയിൽ ഒരു കേബിൾ എല്ലായിടത്തും ഒന്നിട്ടില്ല. ഉണ്ട്, നല്ല ശതമാനം സ്ഥലത്തും അവൈലബിൾ ആണ്. എന്നാൽ ഒരുപാട് സ്ഥലത്ത് ഇപ്പോഴും ജിയോയുടെ ഒന്നും വയേർഡ് കണക്ഷൻ അവൈലബിൾ അല്ല. അത് ഈ ഒരു പ്രശ്നം തന്നെയാണ്. ടൗൺ ഏരിയയിലെ പോലെ ഉൾപ്രദേശത്തോട്ട് ചെല്ലുമ്പോഴത്തേന് കണ്ടമാനം കണക്ഷനും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ കേബിളും കാര്യങ്ങളും വലിച്ചവർക്ക് അത്ര ലാഭത്തിൽ അത് ഓടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ ഏകദേശം അത് ഉൾപ്രദേശങ്ങളിലേക്ക് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ടാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് എയർ ഫൈബറിലേക്ക് വന്നത്. എയർ ഫൈബറിലേക്ക് വരുന്ന സമയത്തും അവർ പറയുന്നുണ്ടായിരുന്നു വയേർഡ് കണക്ഷൻ എത്താത്ത സ്ഥലങ്ങളിൽ പോലും എയർ ഫൈബർ കിട്ടും, എല്ലായിടത്തും ഇൻ്റർനെറ്റ് എന്നുള്ള രീതിയിൽ. പക്ഷേ അവിടേക്ക് വന്നപ്പോഴും ഒരു പ്രശ്നം പറ്റിയതെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ ഒരു രീതിയുണ്ട്, മറ്റു സ്ഥലങ്ങളിലെ പോലെയല്ല, കുറച്ച് ജിയോഗ്രഫിക്കലിയുള്ള പ്രശ്നം. അതായത് മലകളും മീൻസ് കുന്ന്, ചെരിവ്, മരങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ടവർ ഇരിക്കുന്ന, അതായത് 5Gയുടെ ടവർ തന്നെയാണ്, ആ ടവർ ഇരിക്കുന്നതിൻ്റെ ഒരു കുറച്ച് ചുറ്റളവിൽ മാത്രമാണ് പ്രോപ്പറായിട്ട് സിഗ്നൽ കൊടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ കണക്ഷനും ആ ഒരു ചുരുങ്ങിയ സ്ഥലം കൊണ്ട് ലിമിറ്റ് ചെയ്യേണ്ടി വന്നു. പുറത്തോട്ട് പോകുമ്പോഴത്തേന് സിഗ്നലിൻ്റെ ലോസ് വരുന്നതുകൊണ്ട് തന്നെ എയർ ഫൈബർ കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇവിടെ തന്നെ കണക്ഷൻ എടുക്കാൻ വന്നത് ഈ മരങ്ങളും ഈ മറവുകളും ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങോട്ട് സിഗ്നലുണ്ട്, പക്ഷേ ഒരു സ്റ്റേബിൾ സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് കണക്ഷൻ തരാൻ പറ്റുന്നില്ല. അപ്പോൾ ആ രീതിയിലാണ് ഉൾപ്രദേശത്തോട്ട് കൊടുക്കാം എന്നുള്ള രീതി സ്റ്റാർട്ട് ചെയ്തതാണെങ്കിലും നമ്മുടെ നാടിൻ്റെ ഒരു കിടപ്പ് വെച്ച് ഇവർക്കത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതാണ് ഈ വയറിൻ്റെ കേസിലും വയർലെസിൻ്റെ കേസിലും ഒരു ലിമിറ്റേഷനായിട്ട് നിൽക്കുന്നത്. ആ ഒരു കേസിൽ നോക്കുമ്പം ഈ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. ഡയറക്റ്റ്ലി സാറ്റലൈറ്റിൽ നിന്ന് കണ്ട് ഏത് സ്ഥലത്തും, അതായത് ഈ കവറേജ് ഇപ്പോൾ ഒരു പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ഇവരുടെ കേസിൽ ഇവർക്ക് ഗ്ലോബലി ഇഷ്ടംപോലെ സാറ്റലൈറ്റ് ഉണ്ട്. ഏകദേശം 100 രാജ്യങ്ങളിലുള്ള ഇപ്പോൾ നിലവിൽ സർവീസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ വേണമെങ്കിലും ഇവർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അപ്പം ഏത് സ്ഥലത്ത് വേണമെങ്കിലും, ഉൾപ്രദേശം ആയിക്കോട്ടെ ടൗൺ ഏരിയ ആയിക്കോട്ടെ, അങ്ങനെ ഒരു വ്യത്യാസമില്ല. എവിടെ വേണമെങ്കിലും ഈ ഒരു ഡിഷ് വെച്ച് കഴിഞ്ഞാൽ സിഗ്നൽ ക്യാപ്ചർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റേ രണ്ട് കണക്ഷൻ, അതായത് വയേർഡ് ആയിക്കോട്ടെ വയർലെസിനെ അപേക്ഷിച്ച് സാറ്റലൈറ്റിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്തും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റ് കിട്ടുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. പിന്നെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിന് എല്ലായിടത്തും എല്ലാവർക്കും ഇത് ഫീസിബിളായിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് കണ്ടിരുന്നറിയേണ്ട കാര്യമാണ്. അത് ഞാൻ എന്തായാലും ഇതിൻ്റെ ബാക്കി പാർട്ടിൽ പറയാം. ഇനിയിപ്പം ഈ സ്റ്റാർലിങ്ക്, അതായത് എലോൺ മസ്കിൻ്റെ അണ്ടറിലുള്ള സ്റ്റാർലിങ്കിൻ്റെ സർവീസ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ള കാര്യം. ശരിക്കും ഇങ്ങനൊരു ന്യൂസ് ഇപ്പം വരാൻ കാരണം, ആക്ച്വലി ഇവർക്ക് സ്റ്റാർലിങ്കിന് ഇന്ത്യക്ക് പുറത്ത് പറഞ്ഞാൽ 100ഓളം രാജ്യത്ത് നിലവിൽ സർവീസ് ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിലവിൽ ഈ എലോൺ മസ്കിൻ്റെ ഈ സർവീസ് ഇപ്പം ഇവിടെ ഇന്ത്യയിൽ എന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഉടനെ ഉണ്ടാവുമോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും ഒരു ഒഫീഷ്യൽ കൺഫർമേഷനോ ഡേറ്റോ ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു ന്യൂസ് ഇപ്പം വരാൻ കാരണം എന്ന് വെച്ചാൽ, ഇവിടെ
എയർടെല്ലും ജിയോയും ഈ രീതിയിൽ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പ്ലാനുണ്ട്. അപ്പോൾ അങ്ങനെ അവരത് ഇനീഷ്യൽ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് സ്റ്റാർലിങ്കും ഇന്ത്യയിലേക്ക് എൻട്രി, അതായത് ഇന്ത്യയിലേക്ക് അവർക്ക് സർവീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ അറിയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ നിലവിൽ ഈ ടവറിൻ്റെയൊക്കെ സിഗ്നലിൻ്റെ ഒരു സ്പെക്ട്രം കൊടുക്കുന്നത് ലേലത്തിൽ കൂടാണ്. അപ്പോൾ ആ ലേലം രീതിയിൽ ഇവർ സ്പെക്ട്രം, അതായത് സാറ്റലൈറ്റ് സ്പെക്ട്രം അനുവദിക്കുകയാണെങ്കിൽ ഇവർക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതേസമയം ലേലത്തിന് പകരം ഒരു ഫിക്സഡ് ഫീസ് അടച്ച് അലോട്ട്മെൻറ്റ് രീതിയിൽ സ്പെക്ട്രം അനുവദിക്കുകയാണെങ്കിൽ സ്റ്റാർലിങ്കും ഇന്ത്യയിലേക്ക് വരാം എന്നുള്ള രീതിയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് കേന്ദ്ര സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് ഈ രീതിയിൽ സ്പെക്ട്രം അവർ ഇതുവരെ ഉണ്ടായിരുന്ന ലേലത്തിന് പകരം സാറ്റലൈറ്റിൻ്റെ കേസിലേക്ക് വരുമ്പോൾ സമയത്ത് ഫീസ് മേടിച്ച് ഒരു അലോട്ട്മെൻറ്റ് രീതിയിൽ, അതായത് ഫീസ് മേടിച്ചവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ, അപ്പോൾ ആ രീതിയിൽ കൊടുക്കാൻ നോക്കുന്നു എന്നുള്ള രീതിയിലൊരു ന്യൂസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആർക്കും ഈ ഫീസ് അടയ്ക്കുന്ന ആർക്കും ഈ സ്പെക്ട്രം കിട്ടാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അതേസമയം ലേലത്തിലേക്ക് വരുന്ന സമയത്ത് കൂടുതൽ പൈസ അടയ്ക്കുന്നവർക്ക് കിട്ടുന്ന രീതിയിലേക്ക് വന്നു. അപ്പം സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് അനുകൂലമായിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മൈൻഡിൽ വന്നു സ്റ്റാർലിങ്ക് എന്തായാലും ഈ രീതിയിലാണെങ്കിൽ ഇന്ത്യയിലേക്ക് വരും എന്നുള്ളത്. അപ്പോൾ അത്രയാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. അല്ലാതെ നിലവിൽ അവരിപ്പം ഇന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യും ലോഞ്ച് ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഫേവറബിൾ സാഹചര്യം ഇപ്പം വന്ന സ്ഥിതിക്ക് അവർക്ക് എൻട്രി പോസിബിളാണ്. അപ്പോൾ അതാണ് ഇപ്പം ന്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരാനുള്ള സാധ്യത നല്ലപോലെ ഉണ്ട്. പക്ഷേ എന്ന് വരുമെന്നോ എപ്പോൾ വരുമെന്നോ നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല. പിന്നെ സ്റ്റാർലിങ്ക് പോലൊരു കമ്പനി ആകുമ്പം അവർക്ക് ഇന്ത്യയിലേക്ക് എൻട്രി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്നത് പെട്ടെന്ന് എളുപ്പമല്ല. കാരണം അവർ നിലവിൽ പുറത്തൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൂടുതൽ റേറ്റാണ്, $100-120 അപ്പോൾ ആ ഒരു റേറ്റിലേക്കൊന്നും ഇന്ത്യയിലേക്ക് കൊണ്ട് സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അവർക്ക്. അപ്പം ഇന്ത്യയിലെ ഒരു കോമ്പറ്റേറ്റീവായ മാർക്കറ്റിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ കോമ്പറ്റീഷനും മാർക്കറ്റും എല്ലാം ഒന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം റേറ്റിൻ്റെ കാര്യമെല്ലാം തീരുമാനിച്ച ശേഷം മാത്രമേ അവരത് ഫൈനലൈസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഈ പറഞ്ഞ പോലെ ജിയോയും എയർടെല്ലും സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥിതിക്ക് സ്റ്റാർലിങ്കും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു യൂസർ സൈഡിൽ നോക്കുമ്പോഴത്തേന് എന്തുകൊണ്ടും ബെനിഫിറ്റാണ്. കാരണം ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ബെറ്റർ സർവീസും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെയാണ് ഇതിൻ്റെ മെയിൻ കാര്യത്തിലേക്ക് വരുന്നത്. അതായത് എല്ലാ ന്യൂസിലും പറയുന്ന പോലെ ഇൻ്റർനെറ്റിൻ്റെ റേറ്റ് വല്ലാതെ കുറയുമോ, അതായത് പറയുന്നുണ്ട് ഒരുപാട് റേറ്റ് ചീപ്പാകും എന്നുള്ളത്. അവിടെയാണ് ഇത് നോക്കേണ്ട കാര്യം. പക്ഷേ ഈ ന്യൂസിലൊക്കെ പറയുന്ന പോലെ തന്നെ സാറ്റലൈറ്റ് സർവീസിലേക്ക് വരുന്ന സമയത്ത് റേറ്റ് കുറയുമോ എന്നുള്ളത് ഡൗട്ടായ കാര്യമാണ്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർലിങ്ക് നിലവിൽ സർവീസ് കൊടുക്കുന്നത് $100-120 അതായത് ഏകദേശം 8,000-9,000 രൂപ വരും. അത്രയൊന്നും റേറ്റിൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. എങ്കിൽ പോലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണും വയേർഡ് കണക്ഷൻ്റെ റേറ്റിനേക്കാളും നമ്മുടെ നാട്ടിൽ വയർലെസ്സിലേക്ക് വരുന്ന സമയത്ത് റേറ്റ് കൂടുതൽ. ഇപ്പോൾ ജിയോ തന്നെ എക്സാമ്പിൾ, ജിയോയുടെ വയേർഡ് കണക്ഷനേക്കാളും റേറ്റ് ജിയോയുടെ എയർ ഫൈബറിലേക്ക് വരുമ്പോൾ കൂടുതലാണ്. കാരണം എയർ ഫൈബറിൽ വരുന്ന സമയത്തും ഈ ഏറ്റവും മിനിമം പ്ലാനിൽ 599, അതിൽ അവർക്ക് അൺലിമിറ്റഡ് ഡേറ്റ ഒന്നും കൊടുക്കുന്നില്ല. അതേസമയം വയേർഡ് കണക്ഷനിലേക്ക് വരുന്ന സമയത്ത് അതിനേക്കാളും റേറ്റും കുറവാണ്, ഡേറ്റയും കൂടുതലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വയർലെസ്സിലേക്ക് വരുമ്പോൾ സമയത്ത് കോസ്റ്റ് കൂടുതലാണ്. കാരണം ഈ പറഞ്ഞ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ വയേർഡിലാകുമ്പോൾ അത്രയൊന്നുമില്ല. വയർലെസ് സംഭവം ഓരോ യൂണിറ്റിനും അതിൻ്റേതായ കുറേ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ റേറ്റ് കൂടും. അപ്പോൾ സാറ്റലൈറ്റിലേക്ക് വരുന്ന സമയത്തും ഇത് തന്നെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വയേർഡിനേക്കാളും കുറഞ്ഞ റേറ്റ് കിട്ടുമെന്നുള്ളത് തീരെ ഡൗട്ടാണ്. പിന്നെ ഇന്ത്യ പോലൊരു മാർക്കറ്റിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇൻ്റർനെറ്റിൻ്റെ ആയിക്കോട്ടെ റേറ്റ് നല്ല രീതിയിൽ കുറവാണ്. മൊബൈൽ ഡേറ്റ ആണെങ്കിലും ബ്രോഡ്ബാൻഡ് ആണെങ്കിലും നല്ല റേറ്റ് കുറവാണ്. അപ്പം അതിനേക്കാളും കുറഞ്ഞ റേറ്റ് ഇനി സാറ്റലൈറ്റിലേക്ക് വരുന്ന സമയത്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ലെന്ന് തന്നെയാണ് പറയാം. ഇനി അഥവാ കിട്ടിയാൽ അത് ഭാഗ്യമൊന്നേ ഉള്ളൂ. പക്ഷേ സാധ്യത തീരെ കുറവാണ്. അപ്പം നിലവിൽ നമ്മളിപ്പോൾ ഓൾറെഡി എൻജോയ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബ്രോഡ്ബാൻഡ്, വയേർഡ് ബ്രോഡ്ബാൻഡിൽ ഏറ്റവും ചീപ്പ് അല്ലെങ്കിൽ ഏറ്റവും നല്ല റേറ്റ് എന്നാണ്, കോമ്പറ്റേറ്റീവായിട്ട് റേറ്റാണ്. അപ്പോൾ അതിനേക്കാളും കുറഞ്ഞ റേറ്റിലേക്ക് സാറ്റലൈറ്റ് വരാനുള്ള സാധ്യത തീരെ കുറവാണ്, സ്റ്റാർലിങ്ക് പ്രത്യേകിച്ച്. പിന്നെ ഒരു ഇതുള്ളത് എയർടെല്ലും ജിയോയും വരുന്നു, ആ കൂടെ സ്റ്റാർലിങ്ക് കൂടെ വരുവാണെങ്കിൽ 3 പേരായി. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ കൂടും. അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിൽ ആ ഒരു ഫീൽഡിലെ കോമ്പറ്റീഷൻ വരുന്നതുകൊണ്ട് തന്നെ റേറ്റ് അതിലും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. 1-2 പ്ലെയർ മാത്രമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ കൂട്ടി കഴിഞ്ഞാൽ മറ്റേ കൂട്ടും, പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. അപ്പോൾ മൂന്നാമതൊരാളുള്ളപ്പം റേറ്റിൽ ആ രീതിയിലൊരു കോമ്പറ്റീഷൻ വരുമ്പം എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായെങ്കിലേ ഉള്ളൂ. പക്ഷേ ബ്രോഡ്ബാൻഡ് ഇപ്പോൾ നിലവിലുള്ള വയറിനേക്കാളും ഒക്കെ കുറഞ്ഞ രീതിയിൽ കിട്ടാനുള്ള സാധ്യത തീരെ കുറവാണ്. പിന്നെ ഈ പറഞ്ഞ പോലെയാണ് ഒരു പുതിയ ടെക്നോളജി വരുന്നു. ആ പുതിയ ടെക്നോളജി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഓപ്ഷൻസ് കൂടുതലാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് വയർലെസ് ഉണ്ട്, വയേർഡ് കണക്ഷൻ ഉണ്ട്, ആ കൂടുതൽ സാറ്റലൈറ്റ് കണക്ഷൻ. ഈ പറഞ്ഞ 2 രീതിയിലും എടുക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ വയർഡും വയർലെസ്സും ഫീസിബിൾ അല്ലാത്ത സ്ഥലങ്ങളിൽ സാറ്റലൈറ്റ് പോലൊരു ഓപ്ഷൻ വരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതെല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന രീതിയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ആകണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻ്റർനെറ്റ് പൊതുവെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, നമുക്ക് ഇപ്പോൾ സാറ്റലൈറ്റിൻ്റെ ആയിക്കോട്ടെ വയർലെസ്സിൻ്റെ ആയിക്കോട്ടെ വയേർഡിൻ്റെ അത്രയും നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടും വയേർഡ് കണക്ഷൻ തന്നെയാണ് നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയാനുള്ളത്. ഈ 3 കമ്പയർ ചെയ്യുമ്പോൾ വയേർഡ് കഴിഞ്ഞിട്ട് എന്തായാലും വയർലെസ് സാറ്റലൈറ്റ് വരുള്ളൂ. ഈ പറഞ്ഞ പോലെ അറിയാം, ബാൻഡ് വിഡ്ത്തിൻ്റെ കേസാണെങ്കിലും കൺസിസ്റ്റൻസി, ലാറ്റൻസി അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം നോക്കുമ്പം വയേർഡ് തന്നെയാണ് ഈ 3 ബെസ്റ്റ്.
പക്ഷേ നിങ്ങൾ ഇപ്പോൾ നിലവിൽ വയേർഡ് കണക്ഷൻ കുഴപ്പമില്ലാതെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ സാറ്റലൈറ്റിലേക്ക് മാറാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് കൊണ്ടും ഈ പറഞ്ഞ ലാറ്റൻസി അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്, ബാൻഡ് വിഡ്ത്ത്, അതുകൊണ്ടും വയേർഡ് തന്നെയായിരിക്കും ബെറ്റർ. അപ്പം സാറ്റലൈറ്റ് ഇൻ്റർനെറ്റും ഈ സ്റ്റാർലിങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴുള്ള പോലെ തന്നെ കമൻറ്റായിട്ടോ അല്ലെങ്കിൽ മെസ്സേജായിട്ടോ അയക്കാവുന്നതാണ്, റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.